തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു വിമർശനമാണ് ജനകീയ വിഷയങ്ങളല്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന്. നമുക്ക് യഥാർത്ഥത്തിൽ എന്തൊക്കെയായിരിക്കും ജനകീയ വിഷയങ്ങൾ? ജനങ്ങളുടെ മനസ്സിൽ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ്? പൊതുവേ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നതും മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ മാത്രമാണോ ജനങ്ങൾക്ക് പറയാനുണ്ടാകുക? ഒരു ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് പൊതുവേ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഒരു കാര്യങ്ങൾ കേൾക്കുന്നത്, ജനകീയ വശത്ത് നിന്ന് കേൾക്കുന്നത്. അങ്ങേപ്പോലുള്ളവർ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് കാണുന്നത്? ജനങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ തിരഞ്ഞെടുപ്പ് കാലത്ത്? ജനങ്ങളുടെ ആവശ്യം സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് നിത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണം. അതുമാത്രമല്ല, ഈ പൊതു കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിന് തക്കതായ മറുപടിയും തക്കതായ കാര്യങ്ങളും നടക്കണം. അതിനുവേണ്ടിയൊക്കെ ഈ പുതിയ ആൾക്കാർ ജയിച്ച് വരുമ്പോൾ അതിനൊക്കെ മുൻഗണന കൊടുക്കണം. അതാണ് ശരി. അല്ലാതെ ജയിച്ച് കഴിയുമ്പോഴും തിരിഞ്ഞ് മാറി നടക്കുക, ആളെ കാണുമ്പോൾ വേറെ വഴിക്ക് പോകുക, അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെ മനസ്സാക്ഷി അനുസരിച്ച് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ആവുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുക. നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യരുത്. നല്ല രീതിയിൽ ഭരണം നന്നാക്കി കൊണ്ടുപോകുക. അതാണ് എൻ്റെ അഭിപ്രായം. പൊതുവെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനുണ്ടോ? ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും കയറി വരുന്നതൊക്കെ. പൊതുവെ എങ്ങനെയാണ് ഭരണത്തെ കാണുന്നതൊക്കെ? ഇപ്പം ഏറ്റവും ഇത് ഉദാഹരണം പറയാണ്. ഇപ്പം ഗ്യാസില്ല. എത്ര ജനങ്ങളാണ്, തൊഴിലാളികളാണ് പട്ടിണിയായിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എത്ര സ്ഥാപനങ്ങളാണ് ഇവിടെ അടച്ചിട്ടിരിക്കുന്നത് അതും മനസ്സിലാക്കണം. ഇതൊക്കെ ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ ചെന്നിട്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. തൊഴിലാളികൾ എത്ര എണ്ണം ആ പട്ടിണി ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കുടുംബങ്ങൾ എത്ര എണ്ണം പട്ടിണി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ 10-20 ദിവസമായി ഇപ്പം കടകൾ അടച്ചിട്ടിരിക്കുക. ഇത് മനസ്സിലാക്കി എല്ലാവരും പെരുമാറണം. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങളൊക്കെ ഈ ഇലക്ഷൻ എങ്ങനെ നിസ്സംഗതയോട് കാണുകയാണോ? എന്താണ് അതിൻ്റെ കാര്യം? ഇല്ല, ഇലക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എറണാകുളമാണ്. നമുക്കതിനെ അനുസരിച്ചിട്ടുള്ള പാരമ്പര്യമായിട്ട് ഇവിടെ ഇവരെ വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJP പലതവണയും വന്ന ഇവിടെ കൗൺസിലറും ഇവരൊക്കെ ആയിട്ടുള്ളൂ. ഇതേപോലത്തെ MLA അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാവരും കൂടി നടത്തിയാൽ വന്നിരിക്കും. അത്രേ ഉള്ളൂ. ഈ കഴിഞ്ഞ വർഷത്തെ ഭരണത്തേക്ക് പൊതുവെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇനി മൂന്നാം പിണറായി ടൈമൊക്കെ വരുമെന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. വല്ലതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് അവർക്കെതിരായിട്ടുള്ളൊരു ശക്തി ഇതുവരെ വന്നതായത് അറിയില്ല. പക്ഷെ അതിനൊരു ശക്തി അതിനെതിരായത് പിണറായിക്കല്ല, ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് ആണെങ്കിൽ നശിച്ചുകൊണ്ട് തന്നെയാണ്. അതേസമയം അവർ എതിർത്ത് വരാനുള്ള ഒരു ശക്തമായ ഒരു പാർട്ടി ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയാൽ മാത്രമേ എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വാർത്തകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾക്ക് ജനകീയമായ വിഷയങ്ങൾ, അവരുടെ നിത്യവൃത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിച്ചു പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും അവരുടെ ഒരു പൊതുവായ കാര്യം അതാണ്. മാറ്റം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായി ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ നിത്യജീവിതം കാര്യക്ഷമമായി നടന്നു പോകണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ക്യാമറമാൻ CS വൈജുവിനൊപ്പം ശ്രീജിത്ത് നായർ, അമൃത ന്യൂസ്, കൊച്ചി.